ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംപ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ബൃഹദാരണ്യക ഉപനിഷത്ത് പഠനം നമുക്ക് തുടരാം. അധ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത്. ബൃഹദാരണ്യക ഉപനിഷത്ത് 3 കാണ്ഡങ്ങളായി 6 അധ്യായങ്ങളായിക്കൊണ്ട് ബ്രഹ്മവിദ്യയെ മുഖ്യമായും പ്രതിപാദിച്ചുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായി വേണ്ടത് അധികാരമായതുകൊണ്ട് നമ്മൾ അധികാര പ്രകരണം അല്ലെങ്കിൽ ഉപാസനാ പ്രകരണം കണ്ടു. അതിനുശേഷം ബ്രഹ്മവിദ്യാ പ്രകരണം, അതിനോടൊപ്പവും ഉപാസനകൾ വീണ്ടും പറഞ്ഞു തന്നു. ദ്വിതീയ കാണ്ഡം മുനികാണ്ഡത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ 2 അധ്യായങ്ങളാണെന്ന് നമ്മൾ കണ്ടു. പ്രഥമ അധ്യായം അല്ലെങ്കിൽ തൃതീയ അധ്യായം, ആദ്യം മുതൽ നോക്കുകയാണ് തൃതീയ അധ്യായം അല്ലെങ്കിൽ മുനികാണ്ഡത്തിൽ പ്രഥമ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം. ഇതിൽ 9 ബ്രാഹ്മണങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. പ്രഥമ ബ്രാഹ്മണ അശ്വല ബ്രാഹ്മണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അശ്വല ബ്രാഹ്മണത്തിൽ 10 മന്ത്രങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ 1-2 മന്ത്രങ്ങൾ യാജ്ഞവൽക്യ മഹർഷി ആഖ്യായിക പറഞ്ഞു തരികയാണ്. ആ ആഖ്യായിക ജനക മഹാരാജാവുമായി ബന്ധപ്പെട്ട ആ വിദ്വസഭയാണെന്ന് നമ്മൾ കണ്ടു. അതിൽ പ്രഥമ ചോദ്യകർത്താവായിക്കൊണ്ട് അശ്വലൻ ചോദ്യം ചോദിക്കുന്നു. 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങൾ നമ്മൾ കണ്ടു. അതിൽ പ്രധാനമായും അശ്വലൻ്റെ ചോദ്യം മരണത്തെ എങ്ങനെയാണ് എന്നേക്കുമായി അധിവർത്തിക്കുക, അതായിരുന്നു ചോദ്യം. അതിന് ഉദാഹരണമായി 4 വേദങ്ങളെ ആലംബനമാക്കി അശ്വലൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് കാരണം യാജ്ഞവൽക്യ മഹർഷിയെ പരീക്ഷിക്കുവാനായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിക്ക് ചതുർവേദവും അറിയുമോ എന്നുള്ള പരീക്ഷണാർത്ഥമാണ് 4 വേദങ്ങളെ ഉദാഹരണമാക്കിക്കൊണ്ട് അശ്വലൻ മൃത്യുവിനെ പൂർണ്ണമായും അധിവർത്തിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചത്. അതിന് വ്യക്തമായി യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. ഏതു വേദത്തെ ആലംബനമാക്കിയാലും ദേവതകളെ ആര് ആരാധിച്ചാലും അവർക്ക് മരണത്തെ ഒരിക്കലും അധിവർത്തിക്കാൻ സാധിക്കില്ല. അതിന് ദേവതകൾക്ക് ആലംബനമായിരിക്കുന്ന പരമാത്മാവിനെ ആരാശ്രയിക്കുന്നുവോ അവർക്ക് മാത്രമേ അതിമുക്തി, അവർക്ക് മരണത്തെ അധിവർത്തിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ഇതിലൂടെ യാജ്ഞവൽക്യ മഹർഷി എന്താ നമ്മളോട് പറയുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നത്, നമ്മളാരും ഏതൊക്കെ സാഹചര്യം വന്നാലും നമ്മൾ താൽക്കാലികമായ സുഖത്തിന് പുറകെ പോകരുത്. താൽക്കാലികമായ സുഖങ്ങളാണ് ഏത് ലോകത്തിൽ പോയാലും ഏത് ഭോഗങ്ങൾ കിട്ടിയാലും ലഭ്യമാകുക. അതുകൊണ്ട് നമ്മൾ വിവേക വൈരാഗ്യത്തോടുകൂടി മുന്നോട്ട് സാധന നിഷ്ഠയായി തുടര വേണം എന്നാണ് ഈ 6 മന്ത്രങ്ങളിലൂടെ ഇതുവരെ നമ്മൾ കണ്ടത്. ഭഗവാൻ ശങ്കരാചാര്യസ്വാമിക്ക് ഈ 6ാമത്തെ മന്ത്രം അവസാനിപ്പിക്കുമ്പോൾ തൻ്റെ ഭാഷ്യത്തിൽ പറയുകയാണ് നമ്മളോട് ഒരു കാര്യം. വേണ്ടവർ എഴുതിക്കോളൂ. ഇത്രയും ഈ 6 മന്ത്രത്തിൽ നമ്മൾ വിവേകം വൈരാഗ്യം കണ്ടല്ലോ.
അതെന്താണെന്ന് നമ്മളോടൊരു തലയ്ക്കൊരടി തരികയാണ് ഗുരുനാഥൻ. എന്താണ്? അർത്ഥജരതീയ ന്യായം ന പ്രയോജ്യം. അതാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ പറയുന്നത്. അർത്ഥജരതീയ ന്യായം ന പ്രയോജനം. അതായത് സാധകരോട് പറയുകയാണ്, ഹേ സൗമ്യ, അല്ലെ, നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്. ആര്? ആചാര്യസ്വാമികൾ. എന്താണ്? അർത്ഥജരതീയ ന്യായം ന പ്രയോജ്യം. പ്രയോജ്യം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കബിൾ എന്നാണ്. ന പ്രയോജ്യം എന്ന് വെച്ചാൽ നോട്ട് ആപ്ലിക്കബിൾ. അതായത് നമുക്ക് സാധനയിൽ ഇത് ആവശ്യമില്ല. ഇത് അർത്ഥജരതീയ ന്യായം എന്ന് വെച്ചാൽ നമുക്കൊരു കോഴിയെ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു കോഴിയെ കിട്ടി, നമുക്ക് ആരെങ്കിലും തന്നു, അല്ല നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ശരി, എനിക്ക് ഈ കോഴിയെ കറി വെച്ചും കഴിക്കണം, പകുതി ഭാഗം കറി വെച്ച് കഴിക്കണം, ബാക്കി പകുതി ഭാഗം എന്ത് ചെയ്യണം? കോഴിയെ വളർത്തിയിട്ട് അതിൻ്റെ എന്നും മുട്ട കിട്ട്, ആ മുട്ട എനിക്ക് എന്നും കഴിക്കണം. ഇത് സാധ്യമല്ലെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കും. അതാണ് അർത്ഥജരതീയ ന്യായം. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാം. അതൊരിക്കലും നടക്കില്ല. കോഴിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ കോഴി എങ്ങനെ മുട്ടയിടുക, അല്ലേ? അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ഈ വയറിൻ്റെ മുകളിലോട്ട് യുവാവായിട്ടിരിക്കണം, വയറിൻ്റെ താഴെ, അതായത് ശരീരത്തിൻ്റെ പാതി ഭാഗം യൗവനത്തോടു കൂടിയും ശരീരത്തിൻ്റെ ബാക്കി പാതി ഭാഗം വാർദ്ധക്യത്തോടു കൂടി ഇരിക്കാൻ എപ്പോഴേലും സാധിക്കുമോ? ഇല്ല. നമുക്ക് വാർദ്ധക്യം വന്നാൽ അതിൻ്റെ അർത്ഥം ശരീരം മുഴുവൻ വാർദ്ധക്യം ബാധിക്കും. യൗവനമാണെങ്കിൽ ശരീരം മുഴുവൻ യൗവനം, അല്ലാണ്ട് കാല് മാത്രം വാർദ്ധക്യം, കൈ മാത്രം യൗവനം, അങ്ങനെയില്ല, അല്ലേ? മുഴുവനായിട്ട്. അതാണ് നമ്മളോട് പറയുന്നത്. അതായത് മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പകുതി മുമുക്ഷുവായിട്ടും പകുതി ലൗകികനായിട്ടും ജീവിക്കരുത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഭഗവത്പാദർ പറയുന്നതാണ്. മോക്ഷം വേണം, അതായത് അതിമുച്ഛത എന്നുള്ള വാക്കാണ് അവിടെ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ്. മോക്ഷം വേണമെന്നുള്ള തീവ്ര ആഗ്രഹമുണ്ടെങ്കിൽ വിവേകം, വൈരാഗ്യം, ശ്രദ്ധയോടുകൂടിയുള്ള വിവേകം, വൈരാഗ്യം വളർത്തിയേ മതിയാകും. ഇല്ലെങ്കിൽ മോക്ഷം എന്നത് അതിവിദൂരം, ഒരു 10 ജന്മം 100 ജന്മം കഴിഞ്ഞ് നോക്കാം. അതാണ് ഭഗവത്പാദർ പറയുന്നത്. അതാണ് അർത്ഥജരതീയ ന്യായം ന പ്രയോജ്യം. ആർക്ക്? സാധകർക്ക്. ഒരിക്കലും അതിൻ്റെ പുറകെ പോകരുത്. ഞാൻ മോക്ഷം വേണം, അത് ഞാൻ ഗൃഹസ്ഥനായിക്കോട്ടെ സന്യാസി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഞാൻ ഉള്ളിൽ ആരാണ്? മുമുക്ഷുവാണ്. എനിക്ക് എന്തായാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ, അല്ലേ, ഞാനത് എത്ര വിഘ്നങ്ങൾ വന്നാലും ഞാൻ ഈ മാർഗത്തിൽ നിന്നും പോകില്ല. ഇത് പറയാൻ കാരണമുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്ക് കാണാം. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ കാണാം. നന്നായി പഠിക്കും, നന്നായി ക്ലാസ് എടുക്കുന്നവരൊക്കെ ഉണ്ട് ലോകത്ത്. പക്ഷേ അവരെല്ലാം ജീവൻ മുക്തരാകുന്നുണ്ടോ? നന്നായിട്ട് പുസ്തകം എഴുതും, നന്നായി പാരായണം ചെയ്യും, എന്തെല്ലാം കഴിവുകൾ ആധ്യാത്മിക മേഖലയിൽ തന്നെ എന്തെല്ലാം പ്രശസ്തിയുള്ളവരുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, അവരിൽ ആരൊക്കെയാണ് ജീവൻ മുക്തരാകുന്നത്? വളരെ 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 വിരളമായിട്ട്. ഇവിടെ ഉത്തരകാശിയിൽ ഒരു മഹാത്മാവുണ്ട്. അദ്ദേഹം ഇപ്പം ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് 90കളിൽ 80കളുടെ അവസാനം 90കളിലൊക്കെ 10-35 വർഷം മുമ്പ് അദ്ദേഹം ഇവിടെ ബ്രഹ്മവിദ്യാപീഠത്തിൻ്റെ ആചാര്യനായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, നമ്മളത് ബഹുമാനാർത്ഥം പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു 8-10 വർഷം മുമ്പ് വന്നപ്പോഴും അദ്ദേഹത്തിനെ കണ്ടു. ഇപ്പോഴും ഉണ്ട്, പ്രായമൊക്കെ ആയി. അപ്പം അദ്ദേഹം അന്ന് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം ഗുരുകുലത്തിൻ്റെ ആചാര്യനാണ്. അപ്പം ആചാര്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ
ഏറ്റവും വലിയ സ്ഥാനമാണ്. നമ്മുടെ ഈ ദശനാമിയിലുള്ള ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളുടെ ദശനാമി പരമ്പരയാണ് ഇവിടെ. അവിടെയുള്ള ദശനാമിയിലുള്ള എല്ലാ ശിഷ്യന്മാർക്കും ഗുരുസ്ഥാനീയനാണ്. അത്രയും വലിയൊരു സ്ഥാനമാണ്. ഇപ്പോൾ അദ്ദേഹം ഈ 90കളിൽ പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിനി അപ്പോൾ അവർ തമ്മിൽ എന്താ മാനസികമായ ഒരു അടുപ്പം ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത് ഈ ഗുരുകുലം അതായത് ആചാര്യ പദവി നമ്മൾ പറയുന്ന 5-6 വർഷം പഠിച്ചാലൊന്നും ഇവിടുത്തെ ആചാര്യനാകാൻ സാധിക്കില്ല. 12 വർഷം ബ്രഹ്മവിദ്യ പഠിക്കണം, പിന്നെ ഷഡ്ദർശനങ്ങളും പഠിക്കണം. വേദാന്തം മാത്രം പഠിച്ചാൽ പോരാ, ന്യായം, തർക്കം, വ്യാകരണം, ജ്യോതിഷം എല്ലാം, പൂർവ്വമീമാംസ, ഉത്തരമീമാംസ എല്ലാം പഠിക്കണം, എങ്കിലേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അത്രയും പണ്ഡിതനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ആ സമയത്ത് മാനസികമായി അടുപ്പം തോന്നി. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവർ പോയി വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ആരാണ്? ഒന്നെങ്കിൽ മകളായി കാണണം, അല്ലെങ്കിൽ മകനായി കാണണം, അല്ലേ? ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലേ മാതാവും പിതാവും ഗുരുവും എല്ലാമാണ്. പക്ഷേ സാധിച്ചില്ല. എന്നിട്ട് അവർ പോയി എന്ത് ചെയ്തു, വിവാഹം കഴിച്ചു. വിദ്യാർത്ഥി ഈ ഗുരുനാഥനും കൂടെ. അപ്പം അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. അത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിവേക ചൂടാമണി പഠിച്ചില്ലേ, കേലു കന്തുകം, എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാം. പിന്നെ അവർക്ക് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, രണ്ടുപേർക്കും പറ്റുന്നില്ല. കാരണം എന്താണ്? വാസന, ആധ്യാത്മിക വാസനയാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ പറ്റുന്നില്ല. പിന്നെ കുറേ വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. പിന്നീട് അവർ രണ്ടുപേരും തിരിച്ചു വന്നു. അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷെ ആചാര്യ പദവി പറ്റൂലല്ലോ ഇനി. അപ്പോൾ കാരണം ആചാര്യനാകാൻ നമ്മൾ പറയുന്ന ആചാര്യനല്ല, ഇവിടെ ആചാര്യനാകാൻ ഒരുപാട് കടമ്പകൾ കടന്നാലേ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഒരു സാധുവൃത്തിയിൽ പോകുന്നു. മാതാജിയും ഉണ്ട്, അവരും സാധുവൃത്തിയിൽ ജീവിക്കുന്നു. അപ്പോൾ അവരെപ്പോഴും കാണുമ്പോൾ നമ്മളെ ഉപദേശിക്കും, അല്ലേ? അതൊരു മടിയില്ല കേട്ടോ. അത് തന്നെ നമ്മൾ ഒരു പരിചയവും ഇല്ലാതെ ആയിട്ട് പോലും നമ്മളോട് പറഞ്ഞു തരണമെങ്കിൽ അവരുടെ സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം അർദ്ധജൈവികനായ പ്രയോജനം. അതായത് മുമുക്ഷുവായിട്ടും ലൗകികനായിട്ടും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വ്യവഹാരത്തിൽ പറ്റുമായിരിക്കും, പക്ഷേ ഉള്ളിൽ ഞാൻ ആരായിരിക്കണം? അന്തർസന്യാസി ആയിരിക്കണം, എങ്കിലേ സാധിക്കൂ, അല്ലേ? സന്യാസം എന്തെന്ന് നമ്മൾ പഠിച്ചാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അന്തർസന്യാസിയായി ജീവിച്ചാൽ മാത്രമേ നമ്മൾ ഈ ഭോഗങ്ങളെ ഉപേക്ഷിക്കുവാൻ സാധ്യമാകൂ. അതുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി എന്ത് പറഞ്ഞത് നമ്മളോടായിക്കൊണ്ട്? വിവേകം, വൈരാഗ്യം. മനസ്സിലാവൂ എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത പ്രകരണം, അടുത്ത ഭാഗം 7 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങൾ സമ്പത്ത് ഉപാസനയാണ്. സമ്പത്ത് ഉപാസന. സമ്പത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ എഴുതിയിട്ടുണ്ട്. എഴുതിയത് ശരിയാണോ എന്ന് നോക്കുക. ഒന്നുകൂടെ പറയാം. നികൃഷ്ട കർമ്മണി ഉത്കൃഷ്ട കർമ്മച കർമ്മഫല ദർശനം ഓർ ഭാവന ഇതി സമ്പത്ത്, അല്ലേ? നമ്മൾ എഴുതിയിട്ടുള്ളത്. ഞാൻ എൻ്റെ മലയാളം പറയാം. ചെറിയ കർമ്മങ്ങളിൽ, ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ വേദപൂർവകർമ്മം കേട്ടോ. വേദം നിർദ്ദേശിക്കുന്ന കർമ്മം, അല്ലാണ്ട് നമ്മളുള്ള സാധാരണ നമ്മൾ നിത്യം ചെയ്യുന്ന കർമ്മം അതല്ല. ഇവിടെ കർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ. നികൃഷ്ട കർമ്മണി എന്ന് വെച്ചാൽ ചെറിയ കർമ്മങ്ങളിൽ, ചെറിയ ഇപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുക, ഇതൊക്കെ ആധ്യാത്മികമായ കർമ്മങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിലെന്ത് ചെയ്യണം? ഉത്കൃഷ്ട കർമ്മച എന്ന് വെച്ചാൽ വലിയ കർമ്മങ്ങളെ, ശ്രേഷ്ഠമായ കർമ്മങ്ങളെ. ഉത്കൃഷ്ടം എന്ന് വെച്ചാൽ മഹത്ത്, ശ്രേഷ്ഠം എന്നൊക്കെയുള്ള അർത്ഥമാണ്.
ഉത്കൃഷ്ട കർമ്മച എന്ന് വെച്ചാൽ എന്താണ്? ഈ ചെറിയ കർമ്മങ്ങളിൽ വലിയ കർമ്മങ്ങളെ, കർമ്മഫലങ്ങളെയും, അതാണ് കർമ്മച കർമ്മഫല എന്ന് വെച്ചാൽ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ദർശനം, ഭാവനയിലൂടെ ദർശിച്ചുകൊണ്ടുള്ള ഉപാസന, ഭാവനയിലൂടെ ദർശിച്ചുകൊണ്ടുള്ള ഉപാസന, അതിനെയാണ് സമ്പത്ത് ഉപാസന എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ചെറിയ കർമ്മങ്ങളിൽ വലിയ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ഭാവനയിലൂടെ, അതായത് ആ കർമ്മം ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ എന്ത് ചെറിയ കർമ്മം ചെയ്യുമ്പോഴാണെങ്കിലും അതിൽ ആ ശ്രേഷ്ഠത കണ്ടുകൊണ്ട് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ആ ചെറിയ കർമ്മങ്ങൾ ചെയ്താൽ നമുക്കെന്താണ്? വലിയ കർമ്മങ്ങളുടെ ഫലം കിട്ടും. നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും അശ്വമേധയാഗം നടത്താനോ അല്ലെ നിത്യവും സന്ധ്യാവന്ദനം ചെയ്യാനോ അല്ലെങ്കിൽ നിത്യം ഗംഗാസ്നാനം ഇതൊക്കെ പുണ്യം നൽകുന്നതാണല്ലേ. ഇത് നമുക്ക് എന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ശ്രേഷ്ഠമായ ബുദ്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ശ്രേഷ്ഠതയോടുകൂടി മഹത്വ ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം ചെറിയ കർമ്മമാണെങ്കിൽ പോലും വലിയ ഫലങ്ങളെ നമ്മൾക്ക് നേടിത്തരും. അപ്പം ഇവിടെ എന്താണ്? മനസ്സാണ് പ്രധാനം അല്ലേ. നമ്മുടെ വീടും നമുക്ക് ക്ഷേത്രമായി നമ്മൾ കൊണ്ടു നടക്കുന്നില്ലേ അല്ലേ. നമ്മളവിടെ വിഗ്രഹമുണ്ട്, അതിനെ പൂജിക്കുന്നു അല്ലേ, അതിനെ വൃത്തിയാക്കുന്നു, തുടയ്ക്കുന്നു എന്നും, വിളക്ക് കത്തിക്കുന്നു, സാമ്പ്രാണി കത്തിക്കുന്നു അല്ലേ. ഇതൊക്കെ നമ്മൾ ചെയ്യാറില്ലേ. ഇത് ക്ഷേത്രങ്ങളിലാണോ എന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്നും ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഭാവന ചെയ്യാം അല്ലേ. എത്ര ചിത്രങ്ങളുണ്ട് ദേവതകളുടെ അല്ലേ. അതിലൊക്കെ ഞാൻ ഈശ്വര സങ്കല്പമാണ് കാണുന്നത് അല്ലേ, ഭാവനയാണ് എൻ്റെ. അപ്പം അതാണ് ചെറിയ കർമ്മങ്ങളിൽ വലിയ, ഒരുപാട് പുരാണങ്ങളിലൊക്കെ നമ്മളിത് കാണുന്നതാണ് അല്ലേ. വളരെ മോശമായ സാഹചര്യത്തിൽ ചിലവർ കാട്ടിൽ പെട്ടുപോയവർ അല്ലേ, അങ്ങനെയുള്ള വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും അവർ ചെറിയൊരു കല്ലിനെ, എത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കല്ലിനെ പൂജിച്ച് ആ കല്ലിൽ നിന്നും അല്ലേ സ്വയംഭൂവായ ഭഗവത് ചൈതന്യം ഉത്ഭവിച്ചു വന്ന് ആ പൂജിച്ചയാൾക്ക് ഫലം നൽകുന്നതൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഓരോ കഥകളിലേക്കും പോകുന്നില്ല, പക്ഷെ നമ്മൾ പല സാഹചര്യങ്ങളിലും അങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് വളരെ നികൃഷ്ടമായ, നികൃഷ്ടം എന്ന് വെച്ചാൽ ഇവിടെ ലളിതം എന്നേ അർത്ഥമുള്ളൂ കേട്ടോ, അല്ലാണ്ട് മോശം എന്നുള്ള അർത്ഥമില്ല. ലളിതം എന്നാണ് അർത്ഥം. ആ ലളിതമായ കർമ്മത്തിൽ എന്താണ് അവർക്ക് ആ മനസ്സിൽ ആ ഭാവന ചെയ്തുകൊണ്ട് വലിയ ഫലത്തെ നൽകുന്നത്, ലഭ്യമാകുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? സമ്പത്ത് ഉപാസന. ആ ഉപാസനയെ പറഞ്ഞു തരികയാണ് യാജ്ഞവൽക്യ മഹർഷി. ഇവിടെ അശ്വലൻ്റെ ചോദ്യം യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയായിട്ടുള്ള സംവാദ രൂപത്തിൽ. ഇപ്പം ഇവിടെ ചോദ്യകർത്താവായ അശ്വലൻ വളരെ കഠിനമായ രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി അതിനെല്ലാം വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സപ്തമ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഭിഃ അയമദ്യ ഹൃദ്ഭിഃ ഹോതാ അസ്മിൻ യജ്ഞേ കരിഷ്യതി ഇതി തിസ്രഭിരിതി കഥമാസ്ത തിസ്ര ഇതി പുരോനുവാക്യാച യാജ്യാച സസ്യ ഏവ തൃതീയാ കിം താഭിഃ ജയതി ഇതി യത്കിഞ്ച ഇദം പ്രാണഭൃത് ഇതി. യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഭിഃ അയമാദ്യ ഹൃദ്ഭിഃ ഹോതാ അസ്മിൻ യജ്ഞേ കരിഷ്യതി ഇതി തിസ്രഭിരിതി കഥമാസ്ത തിസ്ര ഇതി പുരോനുവാക്യാച യാജ്യാച സസ്യേവ തൃതീയാ കിം താഭിഃ ജയതി ഇതി
യത്കിഞ്ച യഥം ഇദം പ്രാണഭൃത് ഇതി യാജ്ഞവൽക്യ ഇതിഹോവാച. അതായത് യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അശ്വലൻ അടുത്ത പ്രശ്നത്തെ ചോദിക്കുന്നു. അടുത്ത പ്രശ്നമാണ് കദ്ഭിഹി അയം അദ്യ ഹൃദ്ഭിഹി ഹോദാ അസ്മിൻ യജ്ഞേ കരിഷ്യതി ഇതി. അതുവരെ അശ്വലന്റെ പ്രശ്നമാണ്. കദ്ഭിഹി മുതൽ കരിഷ്യതി ഇതി വരെ. അതായത് ഇവിടെ നമുക്ക് ആ വേർഡ് ബൈ വേർഡൊക്കെ വിട്ടേരു, അതിൻ്റെ ചുരുക്കത്തിലേക്ക് പോകാം. ഹോതാവ്, ഹോതാവ് എന്ന് വെച്ചാൽ ഋഗ്വേദ പുരോഹിതൻ എത്ര തരം ഋക്കുക്കളെ ഉപയോഗിച്ചാണ് ഋഗ്വേദ യാഗം ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. മനസ്സിലാകുന്നില്ലേ? ആ വാക്കുകളൊക്കെ നമുക്ക് പഠിക്കാം. ചോദ്യത്തിൻ്റെ സാരം ഇതാണ്. ഹോതാവ് എത്ര തരം ഋക്കുക്കളെ ഉപയോഗിച്ചാണ് ഋഗ്വേദ യാഗം ചെയ്യുന്നത്? വീണ്ടും കർമ്മകാണ്ഡത്തിലേക്ക് തന്നെ അശ്വലൻ വരികയാണ്. അതായത് അശ്വലൻ അറിയാവുന്നത് അതാണ്. എന്നും യജ്ഞവും യാഗവും ചെയ്യുന്ന ആളായതുകൊണ്ട് അശ്വലൻ അതറിയാം. അതുകൊണ്ട് വീണ്ടും അശ്വലൻ ജയിക്കാൻ വേണ്ടി അതിലേക്ക് പോവുകയാണ്, യാജ്ഞവൽക്യ മഹർഷിയെ പരീക്ഷിക്കുവാനായിക്കൊണ്ട്. അതാണ് ഹോതാവ് എത്ര തരം ഋക്കുക്കൾ ഉപയോഗിച്ചാണ് ഋഗ്വേദ യാഗകർമ്മം ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് അറിയാത്ത വാക്കുകൾ ഏതൊക്കെയാണ്? ഹോതാവ്. ഹോതാവ് പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ പറയാം. ഹോതാവ് എന്ന് വെച്ചാൽ ഋഗ്വേദ മുഖ്യ പുരോഹിതൻ. ഋഗ്വേദ യാഗം ചെയ്യുന്നിടത്ത് മുഖ്യ പുരോഹിതൻ, ഋഗ്വേദ തന്ത്രി എന്ന് വേണേൽ പറയാം. അത് സംസ്കൃതത്തിൽ ശരിയല്ല, മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഹോതാവ്. ആ ഹോതാവ് എത്ര തരം ഋക്കുക്കൾ. അടുത്ത വാക്ക് ഋക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം 4 വേദങ്ങളിലും ദേവതകളെ സ്തുതിക്കുന്ന മന്ത്രഭാഗങ്ങളെ, 4 വേദങ്ങളിലും ദേവതകളെ സ്തുതിക്കുന്ന മന്ത്രഭാഗങ്ങളെ പറയുന്ന പേരാണ് ഋക്ക്. ഋക്ക് എന്ന സ്തുതി എന്നാണ് അർത്ഥം. അപ്പം 4 വേദങ്ങളിലും ഋക്കുക്കളുണ്ട്. ഇതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളാണ്. എഴുതാൻ സാധിക്കുന്നവർ എഴുതി വെക്കുക, പിന്നീട് മനനത്തിന് വേണ്ടി. ഋക്കുക്കൾ എന്ന് വെച്ചാൽ 4 വേദങ്ങളിലും ദേവതകളെ സ്തുതിക്കുന്ന മന്ത്രഭാഗത്തെ വിളിക്കുന്ന പേരാണ്. എന്താണ്? ഋക്ക്. ബഹുവചനാമ ഋക്കുകൾ എന്ന് പറയും. ഹോതാവ് കിട്ടി അല്ലെ? ഹോതാവ് എത്ര തരം ഋക്കുക്കൾ ഉപയോഗിച്ചാണ് ഋഗ്വേദ യാഗകർമ്മം ചെയ്യുന്നത്? ഈ യാഗം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ഭാവന ചെയ്യുക, ഋഗ്വേദ യാഗം നടക്കുകയാണ്. ഋഗ്വേദ യാഗഭൂമി, ആ യാഗകുണ്ട ഓർക്കുക. അതിൽ മെയിൻ പുരോഹിതനായിട്ട് ഹോതാവ് ഇരിക്കുന്നു. ആ ഹോതാവ് ദേവതയെ സ്തുതിക്കുകയാണല്ലോ. അതിനുവേണ്ടി യാഗം ചെയ്യുന്നു, മന്ത്രങ്ങൾ ചൊല്ലുന്നു, ഹവിസുക്കൾ അർപ്പിക്കുന്നു. അപ്പോഴൊക്കെ ഈ സ്തുതി മന്ത്രങ്ങളിലൂടെ ദേവതയെ പ്രീതിപ്പെടുത്തിയാണ് അവരുടെ പുണ്യം സമ്പാദിക്കുന്നത്. എന്തിനു വേണ്ടിയാണോ ഞാൻ യാഗം ചെയ്യുന്നത്, അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ദേവതകളെ പ്രീതിപ്പെടുത്തണം അല്ലേ? ദേവതാ പ്രീത്യർത്ഥം എന്ന് നിങ്ങൾക്ക് കേൾക്കാം. യജ്ഞമൊക്കെ നടക്കുന്നിടത്ത് പോയാൽ ഇന്ദ്രദേവതയാണ് സ്തുതിക്കുന്നെങ്കിൽ ഇന്ദ്രദേവതയുടെ സ്തുതി മന്ത്രങ്ങളുണ്ട്, അല്ലെ? ഋക്കുക്കളുണ്ട്. അത് ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ ആഹൂതികൾ അർപ്പിക്കുവാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇന്ദ്രദേവത പ്രീതനാകും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എന്തിനു വേണ്ടിയാണോ ഇന്ദ്രദേവതയെ പ്രീതിപ്പെടുത്തുന്നത് ആ ഫലം കിട്ടും അല്ലേ? നമ്മൾ പുരാണങ്ങളിലൊക്കെ കണ്ടതാണ് അല്ലേ? ഏറ്റവും നമുക്കറിയാവുന്ന രാവണൻ അല്ലേ, എന്തൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് നൃത്തം ചെയ്ത് അല്ലേ, സ്തുതികൾ ചെയ്തു, ആഹൂതികൾ അർപ്പിച്ചു അല്ലേ? അപ്പോൾ അവസാനം എന്താണ്? ഭഗവാന്റെ പ്രീതി അല്ലേ, കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട്
ആ അനുഗ്രഹം. അപ്പം അത്രയും മനസ്സിൽ ഭാവനയോടുകൂടി ചെയ്താൽ നമുക്കതിൻ്റെ ഫലം കിട്ടും. അതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ചോദിക്കുകയാണ് എത്ര തരം. ഇപ്പം ഋഗ്വേദ യാഗം ചെയ്യുന്ന ആൾ ഏത് ദേവതയാണോ പ്രീതിപ്പെടുത്തുന്നത് ആ ദേവതയ്ക്ക് എത്ര സ്തുതികൾ അർപ്പിച്ചാലാണ് ആ ദേവതയെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നത്? ഇതാണ് അശ്വലൻ്റെ ചോദ്യം. എന്തിനു വേണ്ടി ചോദിക്കുന്നു? യാജ്ഞവൽക്യ മഹർഷിക്ക് ഈ യാഗമൊക്കെ അറിയോ, യാഗത്തിൽ ഉപയോഗിക്കുന്ന സ്തുതി മന്ത്രങ്ങളൊക്കെ അറിയുമോ എന്ന് പരീക്ഷിക്കാനായിട്ട് ചോദിക്കുകയാണ്. യാജ്ഞവൽക്യ മഹർഷി ഇങ്ങനെ കൂളായിട്ടിരിക്കുകയാണ്. യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നു, തിസ്രഭിരിതി. അല്ലേ, തിസ്ര എന്ന് വെച്ചാൽ മൂന്ന് വിധമാണ്. 3 തരം ഋക്കുക്കൾ. തിസ്രഭിരിതി എന്ന് വെച്ചാൽ 3 തരം ഋക്കുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോതാവ് ഋഗ്വേദ യാഗം കർമ്മം ചെയ്യുമ്പോൾ ദേവതകളെ സ്തുതിക്കുന്നത്. 3 തരം ഋക്കുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഋഗ്വേദ യാഗം ചെയ്യുമ്പോൾ ഹോതാവ് ദേവതകളെ സ്തുതിക്കുന്നത്. അതാണ് തിസ്രഭിരിതി. മറുപടി പറയുന്നു യാജ്ഞവൽക്യ മഹർഷി. അതിന് വീണ്ടും പ്രശ്നം ചോദിക്കുകയാണ്. കഥമാസ്താ തിസ്ര ഇതി. അവ 3 ഏതെല്ലാമാണ് എന്ന് പറയൂ. യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുകയാണ്. അപ്പം ഇതൊരു ഡയലോഗ് പോലെ നമ്മളതിനെ കാണണം. യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, വീണ്ടും ചോദ്യം ചോദിക്കുന്നു. അതിനുള്ള ഉത്തരമാണ് 3. ഒന്ന്, അവിടെ വേണം നമ്പർ ഇട്ടോളൂ. പുരോനുവാച, നമ്മളത് പഠിക്കും. അതാണ് 1ാമത്തെ ഋക്ക്, അതായത് സ്തുതി. 2ാമത്തത് യാജ്യ, അവിടെ 2 ഇടുക. 3ാമത്തത് സസ്യേവ, സസ്യ, അത് 3ാമത്തത്. അപ്പോൾ ഒന്ന് പുരോനുവാക്യ, 1ാമത്തെ ഋക്ക് എന്ന് വെച്ചാൽ സ്തുതി. 2ാമത്തെ ഋക്ക് യാജ്യം, 3ാമത്തെ ഋക്ക് സസ്യം. ഇത് 3മാണ് ഋഗ്വേദ യാഗകർമ്മം ചെയ്യുമ്പോൾ മുഖ്യ പുരോഹിതൻ സ്തുതിക്കുന്ന, ദേവതകളെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ. അവയുടെ പേരാണ് ഇത് 3. ഏത്? പുരോനുവാക്യം, യാജ്യം, സസ്യം ഇത്യാദികൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെറുതെ ഒന്ന് ഒരു ഔട്ട്ലൈൻ പറയാം. നമുക്കറിയാം 4 വേദങ്ങളുണ്ടെന്നറിയാം. 4 വേദങ്ങളെയും ഇവിടെ ആധാരമാക്കിക്കൊണ്ട് അശ്വലൻ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കണ്ടു. ഇനിയും അത് തന്നെയാണ്. ഇനിയും നമ്മൾ 7, 8, 9, 10 മന്ത്രത്തിൽ ഋഗ്യജു, സാമ, അഥർവണ വേദത്തിലെ കർമ്മകാണ്ഡത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ യാഗം ചെയ്യുന്നത്? ഈ യാഗത്തിൽ ആരെയാണ് കൂടുതൽ ഉപാസിക്കുന്നത്, സ്തുതിക്കുന്നത്? എന്താണ് അതിൻ്റെ ഫലം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ യാജ്ഞവൽക്യ മഹർഷി നമ്മളോടും ഇതെല്ലാം അശ്വലനോട് പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മളോട് പറയുകയാണ്, അവസാനം പറയും, ഇതൊന്നും നമ്മൾ ചെയ്യണ്ട. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഈ ഋക്കുകളോ സ്തുതികളോ ഈ യാഗങ്ങളോ ഒന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ നിത്യകർമ്മങ്ങളിൽ, നിത്യ അനുഷ്ഠാന കർമ്മങ്ങളിൽ നമ്മൾ ആ ഭാവനയോടുകൂടി ചെയ്താൽ നമുക്കും ഈ ഫലങ്ങൾ കിട്ടും എന്ന് യാജ്ഞവൽക്യ മഹർഷി അവസാനം പറയുന്നുണ്ട്. അതാണ് ഈ 7, 8, 9, 10 മന്ത്രങ്ങളുടെ ഒരു ഘടന അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 7ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദ യാഗത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഋഗ്വേദത്തിനെ കുറിച്ച് നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഋഗ്വേദത്തിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി 4 വേദങ്ങളെയും അല്ലേ പകുത്തു. അതിൽ ഋഗ്വേദത്തിനെ കൊടുത്തത് ആർക്കാണ്? പൈലൻ എന്ന പ്രഥമ ശിഷ്യനാണ് അല്ലേ. പട്ടശിഷ്യന്മാർ 4 പേരുണ്ട് വേദവ്യാസ മഹർഷിക്ക്. അതിൽ പ്രഥമ പട്ടശിഷ്യൻ ആരാണ്? പൈലനാണ് ഋഗ്വേദം. നമ്മൾ പലയിടത്തും കണ്ട, ഈശാവാസ്യം പഠിക്കുമ്പോഴേ കണ്ടതാണ്. എങ്കിലും ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഋഗ്വേദം ആർക്ക് പകർന്നു കൊടുത്തു? പൈലന്. അപ്പം അതിനു മുമ്പാണ്, അത് ദ്വാപരയുഗത്തിലാണ് വേദവ്യാസ മഹർഷി അത് ചെയ്തത്. നമ്മളീ പഠിക്കുന്ന
ശുക്ലയജുർവേദ ബൃഹദാരണ്യ ഉപനിഷത്ത് ത്രേതായുഗത്തിൽ നടക്കുന്ന, അതായത് ത്രേതായുഗത്തിൽ അവതരിച്ച ആളാണ് യാജ്ഞവൽക്യ മഹർഷി, നമുക്കറിയാം. അപ്പം ഈ ഋഗ്വേദം അന്ന് ആർക്കൊക്കെ ആയിരുന്നു? ഞാൻ അവരുടെ പേര് മാത്രം ഒന്ന് പറയാം, ജസ്റ്റ് കേട്ടിരുന്നോളൂ. കാൺവർ, അങ്കിരസസ്, അഗസ്ത്യൻ, കേവലഭൃക്ക്, വിശ്വാമിത്രൻ, അത്രി മഹർഷി, വസിഷ്ഠ മഹർഷി, കശ്യപ മഹർഷി, ഭരതൻ. ഇത്രയും പേരായിരുന്നു. വെറുതെ കേട്ടാൽ മതി കേട്ടോ ഈ പേരുകൾ. ഇത്രയും പേരായിരുന്നു അന്നത്തെ കാലത്തെ, അതായത് ത്രേതായുഗത്തിലെ പ്രവർത്തകാചാര്യന്മാർ. അവർക്കാണ് ഋഗ്വേദ മന്ത്രങ്ങൾ ദർശനമായത്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി ഇവരുടെ ആരുടെ ശിഷ്യരല്ല അല്ലേ? യാജ്ഞവൽക്യ മഹർഷിക്ക് പ്രധാനമായും 3 ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഒന്ന് വൈശമ്പായന മഹർഷി, മറ്റൊന്ന് വൃദ്ധവ്യാസർ, മറ്റൊന്ന് വാജസനേയർ, സൂര്യൻ. 3 പേരായിരുന്നല്ലോ യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുക്കന്മാർ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് അത്. അപ്പം ഇവരാരും, ഇപ്പം ഞാൻ ഈ വായിച്ച മഹർഷിമാരാരും ഇവർ ത്രേതായുഗത്തിലുണ്ടായിരുന്ന മഹാത്മാക്കളാണ്. ഇവരാരും യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുവല്ല, യാജ്ഞവൽക്യ മഹർഷി ഇവരുടെ ആരുടെ ശിഷ്യനുമല്ല. അപ്പം അശ്വലന് തോന്നി, ഇപ്പോൾ ഋഗ്വേദത്തിനെ കുറിച്ച് ചോദിച്ചാൽ യാജ്ഞവൽക്യ മഹർഷിയെ തോൽപ്പിക്കാമല്ലോ എന്നൊരു മിഥ്യാധാരണ മൂർഖനായ അശ്വലന് തോന്നി. അപ്പം അതുകൊണ്ട് ഈ യാഗഹോമങ്ങളെക്കുറിച്ച് ചോദിച്ചു. പക്ഷെ യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, മാഹാത്മ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ടും ഈ ഗുരുക്കന്മാരാരും നേരിട്ട് വന്ന് യാജ്ഞവൽക്യ മഹർഷിക്ക് ഋഗ്വേദം ഉപദേശിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് അതിലുള്ള മന്ത്രങ്ങളൊക്കെ കൈവശമായിരുന്നു, അറിയാമായിരുന്നു. അതാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ മഹത്വം. അതായത് അത്രയും ശ്രേഷ്ഠനായ ഒരു മഹാത്മാവ് ഒരു ഗുരുവിൻ്റെ കീഴിലിരുന്ന് നമ്മളൊക്കെ പഠിക്കുന്നത് പോലെ ഓരോ ദിവസവും ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഗുരുക്കന്മാർ എത്രയോ ദൂരെയാണെങ്കിൽ പോലും അവർക്ക് ഈ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയില്ലേ, അതായത് അവർക്ക് ഇന്ന ഒരു ശിഷ്യനുണ്ട്, അദ്ദേഹം ശ്രേഷ്ഠനാണ്, അദ്ദേഹം ഗുരുകുലം നടത്തുന്നവനാണ്. അതാണ് ഏറ്റവും വലിയ മഹിമ അല്ലേ? ശിഷ്യന്മാർക്കൊക്കെ ബ്രഹ്മവിദ്യ അഭ്യസിപ്പിക്കുന്ന അത്രയും വലിയ ഗുരുകുലത്തിനുടമ ആരുമില്ല. അപ്പോൾ ആ മഹാത്മാക്കൾ അവർ ദർശിച്ച മന്ത്രങ്ങളെ യാജ്ഞവൽക്യ മഹർഷിക്ക് നമുക്കിതൊന്നും കാണാൻ പറ്റില്ല, ഈ ട്രാൻസ്ഫോർമേഷനൊന്നും. അവരിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി, യാജ്ഞവൽക്യ മഹർഷിക്ക് അത് മനസ്സിലാകും. അത്രയും ശ്രേഷ്ഠനായിരുന്നു. പക്ഷെ അത് അശ്വലൻ അറിയില്ലല്ലോ. അശ്വലൻ വെറുതെ ഒരു ഗോകാമയേവ വയമസ്മി എന്ന് പറഞ്ഞില്ലേ, ഈ പശുക്കളെ കൊണ്ടുപോകാൻ വന്നവനാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷിയെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഋഗ്വേദം അറിയില്ല. പിന്നെ യാജ്ഞവൽക്യ മഹർഷി വൈശമ്പായന മഹർഷിയുടെ അടുത്തുനിന്ന് പോന്നിട്ട് യജുർവേദത്തിനെ പകുത്തു. അപ്പം ശുക്ലയജുർവേദം ആചാര്യനാണ്, പ്രവർത്തകാചാര്യനാണ് യാജ്ഞവൽക്യ മഹർഷി. ഇപ്പോൾ ശുക്ലയജുർവേദ മന്ത്രദൃഷ്ടാവാണ്. അദ്ദേഹത്തിന് എന്തൊക്കെയോ കഴിവുകളുണ്ട്, സിദ്ധിയുണ്ട്, മന്ത്രങ്ങളൊക്കെ ദർശിച്ചു. പക്ഷെ യജുർവേദം മാത്രമേ അറിയൂ എന്നും വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ തോൽപ്പിക്കാനായിട്ട് ഋഗ്വേദ യാഗങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി അതൊക്കെ മറുപടി പറഞ്ഞു. യാജ്ഞവൽക്യ മഹർഷിക്ക് മറ്റൊരു പെരുമ എന്തെന്ന് വെച്ചാൽ ഈ 4 വേദങ്ങളും അറിയാം. അതുമാത്രമല്ല അതിൻ്റെ ഉപവേദങ്ങളും വേദാംഗങ്ങളും അറിയും. ഇപ്പോൾ ഋഗ്വേദത്തിൻ്റെ ഉപവേദം ആയുർവേദമാണ് അല്ലേ? ഋഗ്വേദത്തിൻ്റെ ഉപവേദം ആയുർവേദമാണ്. ആയുർവേദവും യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയായിരുന്നു എന്നാണ് നമ്മുടെ പൂർവികർ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. അപ്പം അതും അറിയാം. പക്ഷേ അശ്വലൻ അതൊന്നും അറിയില്ല. അതുകൊണ്ട് ഇവിടെ ആയുർവേദത്തിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ചരകനും ശുശ്രുതനുമാണ് അതിൻ്റെ പ്രവർത്തകാചാര്യർ. പക്ഷെ പണ്ടേ ഉണ്ട് അതെല്ലാം. അത് യാജ്ഞവൽക്യ മഹർഷിക്കും അറിയായിരുന്നു. അപ്പോൾ ഈ ഋഗ്വേദത്തിൽ എന്താ ഋഗ്വേദത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം, എല്ലാ വേദത്തിനും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കർമ്മകാന്ഡം, മറ്റൊന്ന് ജ്ഞാനകാന്ഡം. കർമ്മകാന്ഡം എന്ന് വെച്ചാൽ യാഗഹോമാദികളിലൂടെ എങ്ങനെ ഒരാൾക്ക് പുണ്യത്തെ സമ്പാദിക്കാം, ഭോഗങ്ങളെ സമ്പാദിക്കാം,
എന്ന് പറയുന്നത്. ജ്ഞാനകാന്ഡം എന്താണ് നമുക്കറിയാം, മോക്ഷവിദ്യ. അപ്പം ഈ ഋഗ്വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ എന്താണ് കൂടുതലായിട്ടും ദേവതാസ്തുതികളാണ് മന്ത്രങ്ങളായിട്ടുള്ളത്. അപ്പം ഈ പ്രധാന ദേവത, ഋഗ്വേദത്തിൻ്റെ മുഖ്യ ദേവത, അതായത് ഋഗ്വേദ യാഗങ്ങൾ ചെയ്തിട്ട് ഫലം നൽകുന്ന, നമുക്ക് സ്വർഗലോകത്തിൽ പോകാനുള്ള ഫലം നൽകുന്ന മുഖ്യ ദേവത അഗ്നിദേവതയാണ്. ഓരോന്നിനും കൊണ്ട് നമുക്ക് ഓരോന്നെത്തുമ്പം പഠിക്കാം. ഇപ്പോൾ ഋഗ്വേദം മാത്രം നോക്കാം. ഋഗ്വേദത്തിൻ്റെ പ്രധാന പുണ്യഫലദാത അഗ്നിദേവത, അതായത് പുണ്യങ്ങൾ നൽകുന്ന ഫലദാതാവ് ഏത് ദേവതയാണ്? അഗ്നിയാണ്. അതുകൊണ്ടാണ് ഋഗ്വേദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ അഗ്നിമീളേ പുരോഹിതം, കേട്ടിട്ടുണ്ടായിരിക്കും ഈ മന്ത്രം. യജ്ഞസ്യ ദേവഹിതം ഹോതാരം യജ്ഞധാതമം, അങ്ങനെയാണ് ഋഗ്വേദം തുടങ്ങുന്നത്. അതായത് അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നതും അങ്ങനെയാണ്. വലിയ വേദമാണ് ഋഗ്വേദം. ഇതിൽ മണ്ഡലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മണ്ഡലം എന്ന് വെച്ചാൽ നമ്മൾ ഭാഗവത്തിലൊക്കെ പറയില്ലേ, ഓരോ സ്കന്ധങ്ങളായിട്ടല്ലേ. ഇപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിൽ ഒരുപാട് അധ്യായങ്ങളുണ്ടാകും. അപ്പം അതുപോലെ ഋഗ്വേദത്തിൽ 100-200-ലധികം അധ്യായങ്ങൾ ചേരുന്നതാണ് ഒരു മണ്ഡലം. അങ്ങനെ മണ്ഡലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അങ്ങനെ 8 മണ്ഡലങ്ങളുണ്ട്. വെറുതെ ഒരു അറിവിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ 8 മണ്ഡലങ്ങളായിട്ട് 1000-ചില്വാനത്തിലധികം അധ്യായങ്ങളുണ്ട്. കറക്റ്റ് നമ്പർ പറയാത്ത ഇപ്പം അത്രയും ഇല്ല, ആർക്കും അറിയില്ല എത്ര അധ്യായമുണ്ട് ഋഗ്വേദത്തിന്. കാരണം കാലാക്രമത്തിൽ അതൊക്കെ നശിച്ചുപോയി. അപ്പം പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഇതിലൊക്കെ ഓരോ മണ്ഡലങ്ങളിലും അല്ലേ, അതിലെല്ലാം എന്താണ്, ഈ ദേവതകളെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് സ്തുതിക്കുന്നത് അഗ്നിദേവതയാണ്. ഇങ്ങനെ സ്തുതിച്ച് എന്താ ചെയ്യുന്നത്, അഗ്നിദേവതയുടെ പ്രീതി സമ്പാദിക്കും. അപ്പോൾ അഗ്നിദേവത എന്ത് ചെയ്യും, ഇവിടെ ഫലം നൽകാനായിട്ട് തയ്യാറായിരിക്കും. അപ്പം ഫലം നൽകുവാനായിട്ട് കർമ്മഫലദാത, പുണ്യകർമ്മഫലദാത, പുണ്യത്തെ നൽകി നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ നമ്മളെ ഇങ്ങനെ വാഹകൻ എന്നാണ് വിളിക്കുന്ന അഗ്നിനെ, നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്ന അഗ്നിദേവതയാണത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഋഗ്വേദത്തിൽ മറ്റ് ദേവതകളെ സ്തുതിച്ചിട്ട് എങ്ങനെ പോകാമെന്ന് വെച്ചാൽ, പ്രധാനം അഗ്നിദേവത, പിന്നെ ഇന്ദ്രനുണ്ട്, വരുണനുണ്ട്, വായുവുണ്ട്, സൂര്യനുണ്ട്. അപ്പം ആരൊക്കെയാ? അഗ്നി, ഇന്ദ്രൻ, വരുണൻ, വായു, സൂര്യൻ. ഇത്രയും ദേവതകളെ സ്തുതിക്കുകയാണ്. മറ്റു ദേവതകൾ ഇല്ലെന്നല്ല, പ്രധാനമായിട്ട് ഏറ്റവും മുഖ്യ പ്രധാനി അഗ്നി, പിന്നെ ഉപപ്രധാനികൾ അല്ല, നമ്മൾ പറയില്ലേ ഉപരാഷ്ട്രപതി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർ ആരൊക്കെയാ? ഇന്ദ്രൻ, വരുണൻ, വായു, സൂര്യൻ. ഇവരെയൊക്കെ സ്തുതിച്ചിട്ട് എങ്ങനെ ഇവരുടെയൊക്കെ അനുഗ്രഹത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് അനേകം അധ്യായങ്ങളിലായിട്ട്, മണ്ഡലങ്ങളിലായിട്ട് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇതൊന്നും യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയില്ല എന്ന് നനച്ചിരിക്കുകയാണ് നമ്മുടെ അശ്വലൻ. പ്രത്യേകിച്ച് അശ്വലൻ ഋഗ്വേദ പണ്ഡിതനാണല്ലോ. അപ്പം ആദ്യം തന്നെ ഋഗ്വേദത്തെ അടിസ്ഥാനമാക്കി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഋഗ്വേദത്തിലെ ഈ സ്തുതികളെയാണ് ഹൃക്കുകൾ എന്ന് പറയുന്നത്. എല്ലാ വേദത്തിലെ സ്തുതികളെ ഹൃക്കുകൾ എന്ന് പറയും. ഇവിടെ ഋഗ്വേദത്തിലെ സ്തുതി ആയതുകൊണ്ട് നമ്മളത് പറയാം. അപ്പോൾ ഈ ഋഗ്വേദത്തിൽ അഗ്നിയെ സ്തുതിക്കുന്നു, വരുണനെ സ്തുതിക്കുന്നു, സൂര്യനെ സ്തുതിക്കുന്നു, വായുവിനെ സ്തുതിക്കുന്നു, ഇന്ദ്രനെ സ്തുതിക്കുന്നു. ഇങ്ങനെ സ്തുതിച്ച് എന്ത് ചെയ്യും? അവരുടെ പ്രീതി സമ്പാദിച്ച് ഈ ഹൃക്കുകളിലൂടെ സ്തുതിക്കാന്ന് വെച്ചാൽ ഹൃക്കുകൾ ഇങ്ങനെ ചൊല്ലി മന്ത്രങ്ങൾ ചൊല്ലി സ്തുതിച്ച് അവരുടെ പ്രീതി സമ്പാദിക്കും. അപ്പോൾ ഇവിടെ ഈ സ്തുതിക്കുന്നുണ്ടല്ലോ, ആ സ്തുതികൾ 3 അതാണ് ഈ പുരോനുവാച്യം. നമ്മൾ അതിലേക്ക് വരാനായിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പം ഈ ദേവതകളെ സ്തുതിച്ച് അവരുടെ പുണ്യകർമ്മം നേടാനായിട്ട്
ഈ സ്തുതികളെയാണ് 3 തരം സ്തുതികളാണുള്ളത്. ഒന്ന് പുരോനുവാക്യം എന്ന സ്തുതി, 2 യാജ്യം എന്ന സ്തുതി, 3 സസ്യം എന്ന സ്തുതി. അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് പഠിക്കുകയാണ്. 3 തരം സ്തുതികളിലൂടെ എങ്ങനെയാണ് നമ്മളിപ്പം സാധാരണ ഉദാഹരണം, ഇപ്പം ഭഗവാൻ നാരായണനാണ് എൻ്റെ ഇഷ്ടദേവത. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? വിഷ്ണു സഹസ്രനാമം, അതൊരു സ്തുതിയാണ്. വിഷ്ണു സൂക്തമുണ്ടല്ലേ, അത് മറ്റൊരു സ്തുതിയാണ് അല്ലേ. പിന്നെ ഭഗവാന്റെ എത്ര സ്തോത്രങ്ങൾ, സ്തുതികൾ അല്ലേ, അത് വേറൊരു സ്തുതിയാണ്. അപ്പം ഇതൊക്കെ ഞാൻ ചൊല്ലിയാലും, ഞാൻ സഹസ്രനാമം ചൊല്ലിയാലും വിഷ്ണു സൂക്തം ചൊല്ലിയാലും വിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ ചൊല്ലിയാലും ഒക്കെ ഞാൻ വിഷ്ണുവിനെയാണ് സ്തുതിക്കുന്നത് അല്ലേ. വിഷ്ണുവിൻ്റെ പ്രീതിയാണ് എനിക്ക് കിട്ടുക. അതുപോലെ തന്നെ ദേവതകളെ 3 വിധത്തിലാണ് സ്തുതിക്കുക വേദത്തിൽ. അപ്പോൾ എനിക്ക് അഗ്നിദേവൻ്റെ അനുഗ്രഹം വേണം, ഇന്ദ്രദേവൻ്റെ അനുഗ്രഹം വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഈ 3 വിധത്തിൽ ഋഗ്വേദത്തിലൂടെ ഈ ദേവതയെ സ്തുതിക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? പുണ്യം എന്ന ഈ അനുഗ്രഹം കിട്ടും, അല്ലെ ഫലം കിട്ടും. ആ പുണ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദേവലോകത്തേക്ക് പോകും. അപ്പോൾ ഈ 3 തരം സ്തുതികൾ യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷെ അതിൻ്റെ പേരുകൾ വളരെ കൃത്യമായിട്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ഒന്നാമത്തെ പേര് പുരോനുവാക്യം. പുരോനുവാക്യം എന്ന് പറഞ്ഞാൽ എഴുതിക്കോളൂ. പുരോനുവാക്യം എന്ന് വെച്ചാൽ ഋഗ്വേദ യാഗം ചെയ്യുമ്പോൾ ആ യാഗഭൂമിയിൽ അല്ലെങ്കിൽ യജ്ഞകുണ്ടത്തിൽ ആ ഋഗ്വേദ, കാരണം യാഗം ചെയ്തല്ലേ സ്തുതിക്കുന്നത് അല്ലേ. യാഗം ചെയ്ത് ആഹൂതികൾ അർപ്പിച്ച് നമ്മൾ സ്തുതിക്കുമ്പോഴാണ് അവരുടെ പ്രീതി കിട്ടുന്നത്. അപ്പോൾ ഈ ഋഗ്വേദ യാഗത്തിൽ പുരോനുവാക്യം എന്ന സ്തുതി എന്താണ്? ഈ ഋഗ്വേദ യാഗത്തിൽ മന്ത്രങ്ങളിലൂടെ ഋഗ്വേദയാഗത്തിൽ മന്ത്രങ്ങളിലൂടെ ഏതു ദേവതയുടെ അനുഗ്രഹമാണോ വേണ്ടത്, ആ ദേവതയെ യാഗ ആരംഭത്തിൽ സ്തുതിക്കുന്ന, അതാണ് ഇമ്പോർട്ടൻ്റ്, യാഗ ആരംഭത്തിൽ സ്തുതിക്കുന്ന ഹൃക്കിനെയാണ്, സ്തുതിയെയാണ്, ഹൃക്കെന്ന് വെച്ചാൽ സ്തുതി, ആ ദേവതയെ യാഗ ആരംഭത്തിൽ സ്തുതിക്കുന്ന ഹൃക്കിനെയാണ് പുരോനുവാക്യം എന്ന് പറയുന്നത്. എഴുതാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പുരോനുവാക്യം എന്ന് പറയുന്നത് ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.